സിംഹത്തെ കാടിന്റെ രാജാവ് എന്ന് വിളിക്കുന്നുവെങ്കിലും അവ സാധാരണയായി കാടുകളിലല്ല, വിശാലമായ പുല്ലുമൈതാനങ്ങളിലും പുല്ലുമെടുകളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ആൺസിംഹങ്ങൾക്ക് മനോഹരമായ മുടിയുണ്ടാകും. അത് അവരുടെ ശക്തിയുടെയും ആധിപത്യത്തിന്റെയും പ്രതീകമാണ്. പെൺസിംഹങ്ങളാണ് പ്രധാനമായും വേട്ടയാടുന്നത്. അവർ ടീം പോലെ ചേർന്ന് വേട്ട നടത്തുകയും ഇരപിടിക്കുകയും ചെയ്യും. സിംഹങ്ങളുടെ കരച്ചിൽ 8 കിലോമീറ്റർ ദൂരത്തോളം കേൾക്കാം. അത് അവരുടെ പ്രദേശം പ്രഖ്യാപിക്കാനും കൂട്ടത്തെ ഒന്നിപ്പിക്കാനും സഹായിക്കുന്നു. സിംഹങ്ങൾ സാമൂഹികമായി ജീവിക്കുന്ന അപൂർവമായ വലിയ പൂച്ചകളാണ്. അവ പ്രൈഡ് എന്ന് വിളിക്കുന്ന കൂട്ടങ്ങളിൽ 40 വരെ അംഗങ്ങളോടെ ജീവിക്കും. ആൺസിംഹങ്ങൾ പലപ്പോഴും പ്രദേശം കാത്തുസൂക്ഷിക്കുമ്പോൾ പെൺസിംഹങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുകയും ഭക്ഷണം കൊണ്ടുവരികയും ചെയ്യും. കുഞ്ഞു സിംഹങ്ങൾ ജനിച്ചപ്പോൾ കണ്ണുകൾ തുറന്നിരിക്കാൻ സമയമെടുക്കും. അമ്മയും കൂട്ടത്തിലെ മറ്റു പെൺസിംഹങ്ങളും ചേർന്ന് അവരെ പരിപാലിക്കും. സിംഹങ്ങൾ അവരുടെ ദിവസത്തിന്റെ ഭൂരിഭാഗവും 16 മുതൽ 20 മണിക്കൂർ വരെ വിശ്രമിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. അവയ്ക്ക് രാത്രി വേട്ടയ്ക്കായി ശക്തി ശേഖരിക്കേണ്ടതിനാലാണ് ഇങ്ങനെ വിശ്രമിക്കുന്നത്. സിംഹങ്ങൾ 50 കിലോമീറ്റർ വരെ മണിക്കൂറിൽ ഓടാൻ കഴിയും. പക്ഷേ അവർ ചെറിയ ദൂരങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അവയ്ക്ക് കൂട്ടത്തോടെ വലിയ ഇരകളെ, പ്രത്യേകിച്ച് മാൻ, കാട്ടുപോത്ത്, സീബ്ര തുടങ്ങിയവയെ വീഴ്ത്താം. ആൺസിംഹങ്ങളുടെ ശക്തമായ മുടി അവരെ പോരാട്ടങ്ങളിൽ പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഒരു പ്രൈഡിലെ പെൺസിംഹങ്ങൾ സാധാരണയായി ജീവപര്യന്തം ഒരുമിച്ച് തന്നെയാണ്. എന്നാൽ ആൺസിംഹങ്ങൾ പലപ്പോഴും അധികാരം നേടി മാറ്റപ്പെടും. ആൺസിംഹങ്ങളുടെ ആധിപത്യം സാധാരണയായി 2 മുതൽ 4 വർഷം മാത്രമേ നീളൂ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി പെൺസിംഹങ്ങൾ കൂട്ടമായി വളരെ ധൈര്യത്തോടെ പോരാടും. ഇഷ്ടമായാൽ ഈ ശ്രമത്തിന് ഒരു ലൈക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സിംഹങ്ങളുടെ ജനസംഖ്യ കഴിഞ്ഞ 100 വർഷങ്ങളിൽ ഭീഷണിയായി കുറഞ്ഞു. ഇപ്പോൾ അവ വംശനാശ ഭീഷണി നേരിടുന്നവ ആയി പട്ടികപ്പെടുത്തിയിരിക്കുന്നു. പുരാതന സംസ്കാരങ്ങളിൽ സിംഹങ്ങളെ ധൈര്യത്തിന്റെയും രാജാധികാരത്തിന്റെയും പ്രതീകമായി കണക്കാക്കിയിട്ടുണ്ട്. പുരാണങ്ങളിലും കൊട്ടാരശില്പങ്ങളിലും പതാകകളിലും പതിവായി സിംഹചിഹ്നങ്ങൾ കാണാം. സിംഹങ്ങൾ മികച്ച വേട്ടക്കാരായിട്ടുണ്ടെങ്കിലും അവർ പലപ്പോഴും കൊലയാളികളിൽ നിന്ന് ഹൈനകൾ പോലുള്ളവർ ഇരപിടിച്ചെടുത്ത് ഭക്ഷിക്കും. ആൺസിംഹങ്ങളുടെ കരച്ചിൽ അവരുടെ ശക്തിയും കൂട്ടത്തിലെ സ്ഥാനവും പ്രകടിപ്പിക്കുന്നു. കുഞ്ഞു സിംഹങ്ങൾ കളിക്കുമ്പോൾ തന്നെ വേട്ടയാടാനുള്ള കഴിവുകൾ അഭ്യസിക്കുന്നു. സിംഹങ്ങൾ പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഇവരെ ആരാധിക്കുന്നു.